ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണേ. അപ്പേ ഞാൻ സ്ഥിരമായിട്ട് തുളസി നുള്ളുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ആ തുളസി നുള്ളുന്ന പറമ്പാണ് ദേ ഈ കാണുന്നത്. അപ്പോൾ ഒരു ചേച്ചി എനിക്കിട്ട ഒരു പാട്ടും കൂടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കേൾപ്പിച്ച് തരാവേ. പറമ്പിൻ്റൊടമസ്ഥൻ അത് വെട്ടിക്കളഞ്ഞു. ഒത്തില്ല ശിവനേ ഭയങ്കര ഭക്തിക്കാരിയ. കേട്ടോ, നല്ല പാട്ടാണ്. KS ചിത്ര ബാക്കിലേക്കും. അപ്പം അവർ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർ ആ പറമ്പ് കൊത്തി റെഡിയാക്കി. അപ്പേ നമുക്ക് ഗുരുവായൂർ തുളസി കൊടുക്കാതിരിക്കാൻ പോകാൻ പറ്റില്ല. തുളസി കൊടുക്കാതെ പോവാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാ ബാ പോരി, തുളസിയല്ലേ ശാരി ഇല്ലെങ്കിൽ മേരി. പോരി. ഈ സമയമല്ല, ഞാൻ ലേറ്റ് ആയിപ്പോയി. എഴുന്നേറ്റാനെന്നും ഉറക്കം ഉണ്ടാവാറില്ലായിരുന്നു. ഇന്ന് ഞാൻ എഴുന്നേറ്റ് തന്നെ ലേറ്റ് ആവാനാണ്. അല്ല, ലേറ്റ് ആയിട്ടാണ്. ഒക്കെ കുടകൾ വെക്കുന്നുണ്ടല്ലോ ഞാൻ. ഇനി ഇവർ വെട്ടി തറച്ചാളുമ്പം അടുത്ത പാട്ട് പാടിയാൽ മതി കേട്ടോ. അതുവരെ ഇത് അവിടെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് നല്ല നാടൻ തുളസിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണ തുളസിയാട്ടോ. മാറ്റണ്ടേ. ഹൈ റേഞ്ചിലേക്കേ പോയുള്ളൂ, ലോ റേഞ്ചിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വലിയ മരമായിട്ട് തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ നുള്ളാനും ഉണ്ട്. പക്ഷെ സമയം എനിക്കില്ല മോനെ. ഇതുപടി 2 കൈയും കൂട്ടി വേണം തുളസി നുള്ളാൻ എന്ന് കേട്ടു. അതുകൊണ്ട് 2 കൈയും കൂടി കൂട്ടിയിട്ട് തന്നെ അയ്യോ തുളസി നുള്ളുന്നത്. ശിവനേ അവിടെ അല്ലേ. നമുക്ക് ഈ തുളസി എന്ന് പറയുന്നതൊക്കെ വലിയ പ്രശ്നമുള്ള കേസല്ല എൻ്റെ അമ്മ ചേച്ചിയെ. ഇവിടെ ഒരു കൊല വെട്ടാനുണ്ട്. എടാപ്പളാണെന്ന് കാണുന്നു. തുളസി നുള്ളാൻ വന്നേ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമായി. കൃഷ്ണ തുളസിയാട്ടോ, നമ്മുടെ ചുവന്ന കളറ് തുളസി ഇല്ലേ. തുളസി വ്യക്തമായിട്ട് കാണിച്ചിട്ട് നമ്മളെ സദാ തുളസിയല്ല. മാഷിത്ത മാഷിത്ത ഉമ്മച്ചിയെ ഞാൻ ഇവിടുന്ന് 2 തുളസി നുള്ളിക്കേ. സേർക്കാക്കനോട് പറഞ്ഞീനു. അത് ആരുടെ അമ്പലത്തിൽ കൊടുക്കാനാ? കുടുങ്ങിയില്ലല്ലോ. അത് മാറ്റിയോ. അപ്പം അതെ, ഇത്ര തുളസിയെ ഞാൻ നുള്ളിയിട്ടുള്ളൂ. വേറൊന്നുകൊണ്ടുമല്ല, എനിക്ക് സമയമില്ല. ഞാൻ 7 മണിയായി. 7:15 അവന് വണ്ടി എത്തിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയത് തന്നെ 3 മണി 4 മണിയായ സമയത്താണ്. അതുകൊണ്ടാണ്. അപ്പോൾ മോളെ പ്രിയക്കുട്ടി, അവിടുത്തെ ആൾക്കാർ ഞാൻ തുളസി നുള്ളിയത് കൊണ്ട് നിലം തന്നെ നന്നാക്കി എന്ന് കേട്ടു. ഇനി ഇവിടുത്തെ ആൾക്കാർ ഇത് പറിച്ചെറിയുമ്പം നിനക്ക് അടുത്ത പാട്ട് പാടാനുള്ള അവസരം ഞാൻ തരാം. ഇവിടെ അതേ നിറയെ തുളസി എന്ന് കാണിച്ചിട്ട് അവിടേക്ക് ഉണ്ട് തുളസി. അവിടുത്തെ പോലെ കുറ്റി മരങ്ങളല്ല, വലിയ മരങ്ങളാണ്. ഞാൻ വീഡിയോ തുടങ്ങിയെടുത്തുനിന്ന് കട്ടാക്കിയതാണ്.
എൻ്റെ നൈബറെ കണ്ടിട്ട്. അപ്പം എന്നോട് എന്തായാലും എന്താണ് കാര്യമെന്ന് ചോദിക്കും. അപ്പം പിന്നെ പറഞ്ഞത് നിങ്ങളിങ്ങനെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ തുളസിയുടെ കാര്യം എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കുറച്ചേ നുള്ളിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്നലെ 3:30 എങ്ങാണ്ടായിരിക്കും ഞാൻ ഉറങ്ങുമ്പോൾ. എനിക്ക് ഉറക്കം വന്നതേ ഇല്ല. പിന്നെ മെഡിസിൻ എടുത്ത അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ അരുണ് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ട് പോലും. മെഡിസിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നേച്ചു. അപ്പോൾ തുളസിൻ്റെ കാര്യം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, കണ്ണം വിചാരിക്കണം നമ്മളെ തളർത്തണം എന്നുള്ളത്. വേറൊരാൾ വിചാരിച്ചിട്ടും കാര്യമല്ല, ഒരുത്തം വിചാരിച്ചിട്ടും കാര്യമല്ല. കണ്ണനാണെടോ മാൻ പവർ എന്ന് പറയുന്നത്. അപ്പുറത്തെ പറമ്പത്തിലുള്ളവർ ഞാൻ നിങ്ങളൊരു കാര്യം ഞാൻ പറമ്പ് സഹിതം കാണിച്ചു തന്നു. അവിടെ ഫ്ലാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അവരിതിനു മുമ്പേ പണി തുടങ്ങേണ്ടതായിരുന്നു. എന്തോ ലോൺ ഇഷ്യൂ ആയിട്ട് തുടങ്ങിയതില്ല. അപ്പോൾ പിന്നെ അവിടെ പിന്നെ ആരോടും ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യണ്ടായിരുന്നു. നമുക്ക് കയറി അങ്ങ് പറിച്ച് ഞങ്ങൾ കേൾക്കണം. ഒരു 4 പ്രാവശ്യങ്ങളും ഗുരുവായൂർ കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് 5ാമത്തെ പ്രാവശ്യമായിരിക്കും ചിലപ്പോൾ ഞാൻ വാസുവേട്ടനെ കാണുമ്പം പറയുന്നത്, വാസുവേട്ടാ ഞാൻ തുളസി നുള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ എൻ്റെ മോളെ, ഞാനതൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ, അവിടെ പണി തുടങ്ങുന്നുണ്ടല്ലോ എന്ന് പറയും. അതാണ് നിങ്ങൾ ആദ്യം കേട്ട ആ പാട്ടിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ തൊട്ടപ്പുറല്ലേ അവരോട് എനിക്ക് ചോദിക്കാൻ ചെറിയൊരു മടി. വേറെ ഒന്നുമല്ല, ഒരു വോയിസ് ഒരു എന്താ ഏതൊരു കോയക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോശമായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല, പക്ഷേ ഇനി അത് വളരെ എനിക്ക് ഇറിറ്റേറ്റായി. അതിന് ശേഷം ഞാൻ അങ്ങനെ മൈൻഡ് കൊടുക്കാത്ത ആളായിരുന്നു. ആ വോയിസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഓള് ഞങ്ങളോട് നാട്ടുകാരോട് ആരോടും മിണ്ടാറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ആരോടും മിണ്ടാറില്ല. ഞാൻ വണ്ടി കൂടെ പോവും, വണ്ടി കൂടെ തിരിച്ചു വരും. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ ഈ റോഡ് കൂടെ പോകുന്നില്ല, ഞാൻ വർത്തമാനം പറയും, പിന്നെ ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര വിഷമം വന്നപ്പോൾ ഞാൻ ഒരു സൗന്ദര്യപ്പഴക്കം നമ്മുടെ തൊട്ടടുത്ത വീട് തന്നെ കേട്ടോ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം മോൻ പോയി ചോദിച്ചപ്പോൾ കോവങ്ങൾ നുള്ളിക്കോളി പിന്നെ ഉമ്മ പറഞ്ഞ കണ്ടിട്ടില്ലേ, ചേർക്കാക്ക വണ്ടി കൊണ്ടുപോകുന്ന സമയത്താട്ടോ ചോദിച്ചേ. പിന്നെ ഉമ്മനോട് ചോദിച്ചപ്പോൾ ഓ നിനക്ക് എന്തിനാ തുളസി എന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ നീ പറിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതല്ലെങ്കിലും ഈ പരിസരത്ത് മുഴുവനും തുളസിയാണ്, ആര് ചോദിച്ചാലും തരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ചേച്ചിൻ്റെ പാട്ട് നമുക്ക് ഓസ്കാറിനിടാം. പിന്നെ വീണ്ടും ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണ്. ഇനിയിപ്പം അടുത്തത് പറയും ജസ്റ്റ് വെല്ലു വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ വെല്ലു വിളിക്കാൻ പോകുന്നല്ല, ഞാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ പോവുകയാണ്. കൂട്ടത്തിൽ എന്തിന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെ പോലെയും ഒരു ചാനൽ എനിക്കുമുണ്ട്. ആ ചാനലിൽ നിന്നും 10 രൂപ കിട്ടാൻ തന്നെയാണ് ഞാനിത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ട് ക്രിമി കൂട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും എനിക്കറിയാം. മാറ്റിയിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് മാറി നിന്ന് പൊട്ടിക്കോളൂ. ഞാൻ ആരുടെയും ഹൈക്കോടതിയിൽ നിന്നില്ല, ദേവസ്വത്തിൻ്റെ നിന്നില്ല, ഞാൻ ആരുടെയും അനുമതി ഇല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഓക്കെ, ബസ് കയറാൻ സമയമായി. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ബസ്സിലെത്തിയിട്ട് കുറ്റിയാട് എത്തിക്കുന്നുണ്ട്. 20 മിനിറ്റ് കൊണ്ടാണ് ഉള്ളിയിൽ കിട്ടും. പക്ഷെ ഞാൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്തിയില്ല, അടുത്ത ബസ് കയറണം, ടാക്സുള്ള അത്രേ ഉള്ളൂ. ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പം ഫസ്റ്റ് ബസ് കയറുമ്പോഴും അതിൽ കേൾക്കാറുള്ളത് ഭജന പാട്ടുകളാട്ടോ. ഒന്നെങ്കിൽ അയ്യപ്പൻ്റെ അല്ലെ കൃഷ്ണൻ്റെ ഒക്കെ. ഡ്രൈവർ സ്വാമിയായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ പാട്ട് കേട്ടിട്ടാട്ടോ ആദ്യ ബസ് തന്നെ കയറിയത്. മനസ്സിനൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അത് കേട്ട സമയത്ത്. അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാ. അങ്ങനെ ഓടിപ്പിടിച്ച് ഉള്ളിലെത്തി. ബസ് കയറി വന്നിട്ടില്ല.
എവിടെത്തിന്ന് വിളിച്ചു നോക്കാനേ KSRTC ആയതുകൊണ്ട് ഫോൺ എടുക്കൂല അല്ലേ. എല്ലാവരും എന്ന് വിചാരിക്കുന്നു. സമയം കഴിഞ്ഞു. അങ്ങനെ ഇന്നും കാത്തിരിപ്പിന് വിരാമമിട്ട് നമ്മുടെ ഗുരുവായൂർ വണ്ടി എത്തിയിട്ടുണ്ട്. അവനും ഒന്ന് ലേറ്റായിരുന്നു, ഞാനും ഒന്ന് ലേറ്റായിരുന്നു. 7:15 എത്തേണ്ട വണ്ടി 7:40 എത്തിയത്. അങ്ങനെ എനിക്ക് സീറ്റില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ മടിയിൽ വിരിച്ചൊരു തോർത്തുണ്ടായിരുന്നു, അത് എനിക്ക് ബോണറ്റിൻ്റെ മുകളിൽ വിരിച്ച് തന്ന്. അങ്ങനെ ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ ഇരുന്നതാണ്. അതിൻ്റെ മുകളിൽ നിറയെ പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇന്നും പോപ്കോൺ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഈ കണ്ണനെ കണ്ടതിന് ശേഷം ലഞ്ച് ചെയ്യും. എത്തുന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ ദേ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാട്ടോ. എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ എഴുന്നേറ്റതാണ്. അപ്പോൾ പിന്നെ നല്ല അടിപൊളി ഒരു പാട്ടായിരുന്നു. ഏത് കല്ലായിലൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതെന്താ കാണിക്കാൻ പോകണമെന്നറിയോ, ഇവൻ എത്ര ബസ് ഓവർടേക്ക് ചെയ്തിട്ടാണ് പോകുന്നതെന്നറിയോ. ഓവർടേക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ, അതും വേറെ കാര്യം. ഫാസ്റ്റ് പാസഞ്ചർ ആയതുകൊണ്ടേ ഒരുപാട് വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഓനവിടെ ഓവർടേക്ക് ചെയ്യട്ടെ വിചാരിച്ച് ഞാൻ പിന്നെയും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പണിയില്ലല്ലോ, കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതും ഇല്ല. അപ്പം പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി അവിടെ എത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ എപ്പോഴത്തെ പോലെയും കാത്തിരിപ്പിനൊടുവിൽ 3 മണിക്കൂർ യാത്രക്കൊടുവിൽ ദേ എത്തിച്ചേർന്നു കേട്ടോ നമ്മുടെ ഗുരുവായൂർ. എന്നും വിഷമം മനസ്സിൽ മാത്രമായിരുന്നു. ഇന്നൊരു മുറിവായിട്ടാണ് ആദ്യമായിട്ട് കണ്ണൻ്റെ മുമ്പിലേക്ക് പോകുന്നത്. ആ മുറിവിന് എനിക്ക് വലിയ വേദനയൊന്നുമില്ല കേട്ടോ, കാരണം അതിനെക്കാട്ടിലും വലിയ വേദന മനസ്സിലുണ്ടാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് മുറിവിന് വേദന ഉണ്ടാവുക. എനിക്ക് മുറിവിന് വേദനയായിട്ട് തോന്നിയില്ല കേട്ടോ. സ്റ്റിച്ച് ഇട്ടിട്ടില്ലേ, സ്റ്റിച്ചിന് പകരം ഒരു സാധനം ഒട്ടിച്ചതാണ്. അതെന്താ സാധനം എന്നൊന്നും എനിക്കറിയില്ല. സ്റ്റിച്ച് ഇടാൻ സമ്മതിച്ചില്ല ഞാൻ, അതുകൊണ്ടൊരു സാധനം പിടിച്ച് ഒട്ടിച്ച്, എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. അങ്ങനെ KSRTC സ്റ്റാൻഡിലെത്തി. ഒരു ലെവൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, KSRTC നിൻ്റേതോ അല്ലെ ഗവൺമെൻറ്റിൻ്റേതോ. ഇപ്പം തൽക്കാലം ഞാൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഒരാഴ്ചത്തേക്ക് മാത്രം ഞാൻ നമ്മുടെ മന്ത്രിയോട് ചോദിച്ചപ്പം മന്ത്രി പറഞ്ഞു, ജസ്റ്റിനൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ KSRTC എടുത്ത് അത് നടത്തിക്കുമെന്ന് പറഞ്ഞു. ഈ കാണുന്ന KSRTC മുഴുവനോ ഞാനാണ് നടത്തുന്നത്. ആ നടന്നു വരുന്ന ഡ്രൈവർ മൂപ്പരോടൊരു അഭിപ്രായം ചോദിക്കാം. ചേട്ടാ നീ നാട്ടിലുള്ളതാ? അതെ ചേട്ടാ, ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു ചേട്ടാ, KSRTC ഇവരുടെ വർത്താനം കിട്ടാത്തൊന്നും KSRTC ഗവൺമെൻറ്റിൻ്റേതല്ല ഇവരുടേതാണ് എന്ന്. അപ്പോൾ ഇതൊക്കെ ഞാനെടുത്ത് നോക്കി നടത്തുന്നതിന് ഈ ചേട്ടൻ എന്താ അഭിപ്രായം? ടയറൊക്കെ മാറ്റി. ഇനിയിപ്പോൾ അധികം സംസാരിച്ചാൽ അവന് ഇതിനെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ പറയും. ഇതൊന്ന് വറ്റാനിട്ടാടോ, എടോ കൈ വയ്യാനിട്ടല്ലേടോ. ദേ തുളസി, ഇന്ന് തുളസി കിട്ടിയിട്ടുണ്ട്. പ്രിയ ചേച്ചി പാടിയ പാട്ട് കിട്ടീനോ? തുളസി കതിർന്നുള്ളിയെടുത്ത് ശിവനേ ശിവനേ. അപ്പം നിന്റെ വർത്താനം കേട്ടാ ഞാൻ എനിക്ക് തന്ന പോപ്കോണാണ് പോയി. എന്താ പരിപാടി?
കേട്ടയോ? നീ പിന്നെ ബാക്കി പിന്നെ എന്താ ഒരു നമസ്കാരം, ഞാൻ ജസ്യ സെലിം. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് ഈ കാണുന്ന കണ്ണനെ വരച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം, അല്ലാതെ മുസ്ലിം കുട്ടി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ നിങ്ങളെല്ലാവരും കിടന്ന് നിരന്തരം ഉപദ്രവിക്കുന്നുണ്ട്. എന്തിന്? ഞാൻ കൃഷ്ണനെ വരച്ച് വിൽക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളിതേ ഈ നടയിലേക്ക് ഒന്നായിട്ട് നോക്കിയേ, എല്ലാ ഷോപ്പിലും കൃഷ്ണ ഫോട്ടോസ് ഉണ്ട്. അവരൊക്കെ അത് വിൽപ്പന നടത്തിയിട്ട് തന്നെയാണ് അവരുടെ കുടുംബം പോറ്റുന്നത്. അതേപോലെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒരു കൃഷ്ണനെ വരച്ച് അത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്ത് ജീവിക്കുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? ഞാനൊരു മുസ്ലിം മതസ്ഥയാണ് എന്നായിരുന്നല്ലോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മതത്തെ ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ തന്നെ നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് നോക്കിയാൽ മതി, അനേകം കൃഷ്ണന്മാരുണ്ട്, അനേകം കണ്ണൻ്റെ ഫോട്ടോസ് ഉണ്ട്. അവരൊക്കെ ആ ഫോട്ടോ സെയിൽ ചെയ്തിട്ടാണ് അവരുടെ കുടുംബത്തിലേക്ക് അരിയാഹാരം വാങ്ങുന്നത്. ഞാനും അതേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃഷ്ണന്റെ മണ്ണിൽ വെച്ച് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിക്കാം. ഞാൻ ഒരു ദ്രോഹവും നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ വരുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കേസ് എന്റെ നേരത്തെ കെട്ടിവെക്കുമ്പോൾ ഒന്നും ഓർക്കുക, ഇവിടെ കിടന്ന് ഗുരുവായൂരപ്പൻ എല്ലാം കാണുന്നുണ്ട്. ഈ ചെയ്യുന്നവർക്കൊക്കെ ഒരു ദിവസം ഗുരുവായൂരപ്പൻ തിരിച്ചു കൊടുക്കുന്നുള്ളതും കർമ്മ എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ മഞ്ജുളാലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുവരെ ഞാൻ ഏകദേശം 13 വർഷമായി ഗുരുവായൂർ പോകുന്നു. അപ്പം ഈ വഴിയായിരുന്നല്ലോ ആദ്യത്തെ എൻട്രി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വാഹനത്തിൽ നിന്ന് ഈ ഒരു മഞ്ജുളാലിൽ കണ്ട് എന്നല്ലാതെ കഴിഞ്ഞ പോക്കിനാണ് ആദ്യമായിട്ട് കേട്ടോ ഞാൻ മഞ്ജുളാൽ അത്രമേൽ അടുത്തുനിന്ന് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മഞ്ജുളാലിന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മാലയിടുന്നുണ്ട് എന്നുള്ളതും ചന്ദനത്തിരി വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അന്നാട്ടോ ശരിക്കും നേരിട്ട് കാണുന്നത്. അപ്പം ഈ തവണ ഞാൻ മഞ്ജുളാലിൻ്റെ അടുത്ത് പോയത് കുറച്ച് നിങ്ങൾ വിചാരിക്കുക റീലെടുക്കാനാണെന്ന്. റീലെടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതിലൊക്കെ ഉപരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ സംസാരിക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ശരീരത്തിൽ വലിയൊരു മുറിവുമായിട്ട്. എന്നും മനസ്സിലായിരുന്നു മുറിവുണ്ടാവാറ്. ഇത്തവണ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടായിട്ട് വേദന ഞാൻ അറിയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ രാത്രി അറിയാറുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ഭയങ്കര കിടച്ചിലാണ്. പകലെന്നോട് കൈ അനക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബാൻഡേജൊക്കെ തന്നിട്ടുണ്ട്, കൈ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്, ജോയിൻ്റ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടാറില്ല കേട്ടോ. പക്ഷെ രാത്രിയാകുമ്പോൾ ഭയങ്കര കടച്ചിലാണ്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ലേ. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയൊരു മുറിവുമായിട്ട് പോകുന്നത്. അതിനെക്കാട്ടിലുപരി വേറൊരു കാര്യം പറയട്ടെ, മുമ്പൊക്കെ എനിക്ക് ഗുരുവായൂരേക്ക് വരണമെങ്കിൽ മിനിമം 5000 രൂപ എനിക്ക് ചിലവ് എക്സ്പെൻസ് വരുന്നതാട്ടോ. പിന്നെ അരുണീൻ്റെ ഒരു ദിവസത്തെ പണി ലീവാക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ഗുരുവായൂർ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് ദിവസം വരണം തോന്നിയാൽ ദിവസം വരാൻ പറ്റും. അരുണീൻ്റെ ജോലിയും ഒട്ട് കളയുന്നില്ല, അരുണിന് സാലറി അത് കറക്റ്റ് കിട്ടുന്നുണ്ട്, എനിക്ക് എക്സ്പെൻസും കുറവാണ്. വാഹനത്തിൽ അതേപോലെ പോകും പോലെ തന്നെയാണ്. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഹെഡ്സെറ്റ് മേടിച്ചതുകൊണ്ട് ഇപ്പോൾ പാട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. പൊടിയുടെ ഒരു വിഷയമല്ലാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ബസ്സിൽ KSRTC ആയതുകൊണ്ട് ഞാൻ ഛർദ്ദിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രൈവറ്റ് ആണെങ്കിൽ എപ്പോഴോ ഛർദ്ദിച്ച് ഞാനൊരു തലയാവുമായിരുന്നു. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. ആദ്യം കവറൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ബസ് കയറാറ്. പിന്നീട് കവറൊന്നുമില്ല, അങ്ങല്ലാതെ തന്നെ കയറൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ സുഖകരമായിട്ട് കണ്ണനെ കണ്ട് തൊഴാൻ പറ്റുന്നു. അങ്ങനെ ഗുരുവായൂർ പോയി കണ്ണനെ തൊഴുതു, തിരിച്ചു മടങ്ങി സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം
ഹായ്, താങ്ക് യു. അമ്പലത്തിലേക്കാണോ? അമ്പലത്തിൽ കയറിയിട്ട് വരികയാണ്. ആണോ? ഇറങ്ങിക്കോട്ടെ. ഓ പോവാണേ. ആ ഓക്കെ, ശരി എന്നാൽ ശരി. അപ്പം ഭഗവാനെ കണ്ടു, എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്തിനെന്നെ ഈ കുരുക്ക് കൊണ്ടച്ച് ചാടിച്ചു എന്ന് ഞാൻ ചോദിച്ചു. മറുപടി തരട്ടെ ഭഗവാൻ. മഞ്ജുളാലിൻ്റെ അടുത്ത് പോയി മഞ്ജുളാലിനെ ഞാൻ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. മഞ്ജുള എന്ന് വിളിക്കണോ, മഞ്ജു ചേച്ചി എന്ന് വിളിക്കണോ, എന്തെന്നാ വിളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, നിങ്ങളെ പോലെയുള്ള ഒരു ഭക്തയല്ലേ ഞാനും, എന്നിട്ട് എന്തിനെന്നെ ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്നു? അവരെയും ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരെ നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ നിരപരാധിത്വം തെളിയിച്ചതിൻ്റെ മാതിരി എന്നെയും എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇനിയിപ്പം കുറേ ലെവളുമാർ, കാമുകനെ കൊന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ച ചില ലെവളുമാർ വരും കപടഭക്ത എന്ന് വിളിക്കാൻ. അവളോട് ഗുരുവായൂരപ്പനെ മണ്ണിൽ നിന്ന് പറയാം, എടീ നിനക്കുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാനുള്ളൂ. നീ കുറേ പറയുന്നുണ്ടല്ലോ ജസ്റ്റ് നീ വെയിറ്റ് ആൻഡ് സീ എന്ന്, നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ ശക്തി എന്താണെന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് മനസ്സറിഞ്ഞ് നൊന്ത് പറയുന്ന ഒരു ഭക്തയുടെ മനസ്സാണെന്ന് കൂട്ടിയാൽ മതി. കിട്ടും എല്ലാത്തിനും. എന്നെ ഉപദ്രവിച്ച എല്ലാത്തിനും. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്യാത്ത എന്നെ ഉപദ്രവിച്ച എല്ലാത്തിനും ഇവിടെ കിടക്കുന്ന ഗുരുവായൂരപ്പന് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പുള്ളതാ. നോ എൻട്രി. എനിക്ക് இந்த പക്കം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, അന്ത പക്കം പോകാൻ പാടില്ല. അന്ത പക്കം പോയാൽ இந்த ആൾക്കാർ തൂക്കി അംഗം വെളിയേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അന്ത പക്കം പോകാൻ പാടില്ല. പിന്നെ ഉള്ളിലാണല്ലേ, അവിടെ കിടന്ന് ജസ്നിയല്ലേ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് എന്നെ മറുപടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇരിക്കാനുള്ള സ്ഥലത്തേക്കും പോകുന്നില്ല. ഇവിടെ എൻ്റെ മാമനെയും കാത്തിരിക്കുക. മാമനെ കാത്തിരിപ്പ്. ഇവിടെ എവിടെയും ഇരിക്കാൻ സ്ഥലമില്ലേ? ഇതേ ഒരു സാധനം കണ്ടോ, ഈ പൂവും ഞാനും ഇട്ടത് ഒരേ കളറാണ്. പാട്ട ബൂട്ട് പോ. അങ്ങനെ ഇന്നും വന്നു, ഗുരുവായൂർ കണ്ണനെ കണ്ടു, തൊഴുതു, തിരിച്ചു പടക്കാൻ പോവാണ്. ഇല്ല, ചോറുണ്ണണം. അതിന് ചോറ് വേണ്ട, ഞാൻ ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. പട്ടിണി കിടന്ന് നിലയിലാണല്ലോ, അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ഒരു പിരികമ്പൊക്കെയാണ് ഈ മറ്റേ ആളക്കൊല്ലി പുള്ളച്ചേച്ചി പറഞ്ഞത്. ഹിന്ദുക്കളെ വെല്ലുവിളിച്ചതാണ്. ഞാൻ ഒരുപാട് എങ്ങനെയാണെങ്കിൽ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്നവരൊക്കെ എത്ര ഹിന്ദുക്കളെ വെല്ലുവിളിക്കുന്നുണ്ടാവും. എൻ്റെ കർത്താവേ. ഗുരുവായൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, പറവൂർ, എന്താ വാരാപ്പുഴ, ഇങ്ങോട്ടെങ്കിലും നീ കയറിയാലോ. അതുകൊണ്ട് അന്ത ബസ്സിൻ്റെ ബോർഡ് കഴിച്ചത് ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് ഒഴിവാക്കിയത്. അപ്പം KSRTC ഞാൻ തന്നെയാണ് നടുക്കത്ത് നിർത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ബൈ പറഞ്ഞിട്ട് ചോറുണ്ണാൻ പോട്ടെ. ഫുഡ് കഴിക്കാൻ ഞാൻ ഫ്രൈഡ് റൈസ് മേടിച്ചു. മാംസ് പൊറാട്ടയും ബീഫും. ഫ്രൈഡ് റൈസിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. ഹോട്ടലിൻ്റെ പേരെന്താ? ബാലാജി. KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിലല്ല കേട്ടോ, പെട്രോൾ പമ്പിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ബാലാജി എന്ന് പറഞ്ഞ അടിപൊളി ഫ്രൈഡ് റൈസാണ്. ആരെങ്കിലും വരുമ്പോൾ ബീഫ് പറയല്ലേ, ഹവാമ. ആരെങ്കിലും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടോ.
ഇങ്ങനത് ബാലാജി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കൽ. കഴിച്ച് ഇറങ്ങി കരുണാട്ടൻ നടന്നു പോകണം, എനിക്ക് ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ബസ് എടുക്കാറായി. ഇന്ന് എൻ്റെ അനിയത്തി പഠിക്കാൻ പോകുന്ന ദിവസമാണ്. വീട്ടിൽ പോയിട്ട് ഇനി അങ്ങോട്ട് പോകണം. MBBS-നാട്ടോ പോകുന്നത്. ആരാ എവിടുന്നാ ഹേയും ഒളിപ്പോയി ഒക്കെ ഓടിക്കുന്നു. ഷോപ്പിലുള്ളതിൽ ഭയങ്കര ഭംഗിയാണ്. ഞാൻ എടുപ്പിച്ച ചുരിദാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ. എറണാകുളം ഞാൻ പറയുന്നില്ല. ട്രൗസർ ഞാൻ മാത്രം കട്ട് ചെയ്ത് ഇടും. ഇവിടെ മുമ്പ് കണ്ടാൽ കാണൂല അവൾ വളച്ചെടുക്കാൻ. ഇപ്പോൾ ബൈ പറയുന്ന ആയില്ല, കുറച്ച് കഴിയട്ടെ. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു. ഓന് എന്തോ ഒപ്പിടാൻ പോയിട്ടുണ്ട്. എനിക്ക് പുതിയ അച്ചാർ വാങ്ങി തന്നു. ഞാൻ നല്ല പാട്ടും കേട്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു. ദേ മാംസ് കിടന്ന് വണ്ടി ഓടിക്കുന്നു. കാറായിരുന്നെങ്കിൽ ഇങ്ങതാടാ ഞാൻ ഓടിക്കാമെന്ന് പറയായിരുന്നു. വേണ്ട, പ്രൈവറ്റ് ബസ്സായിരുന്നെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇത് നമുക്കങ്ങനെ പറ്റില്ലല്ലോ. പണി പോണ് വഴി അറിയില്ല പിള്ളേച്ചാ. അതുകൊണ്ട് പിന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ തിരിച്ച് ഉള്ളിയേരെത്തി. ഉള്ളിയേരിന്ന് ഒരു ബസ് കയറി വീട്ടിലോട്ടുള്ള യാത്ര കേട്ടോ. ലേറ്റായിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ട് അനിയത്തി ഇന്നാണ് MBBS-ന് പോകുന്നത്. ഇനി അവളുടെ അടുത്തേക്ക് പോകണം. അപ്പം വിശേഷങ്ങളൊക്കെ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നറിയില്ല. പോസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ നാട്ടിൽ കാലും കുത്തി കയ്യും കുത്തി. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം